ഹലോ! എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു. എ.എം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കിങ്ങോ കൃഷിപ്പണിയോ അങ്ങനെയൊന്നും അല്ല ട്ടോ. ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണേ. അപ്പൊ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങിയാലോ? അതിനായിട്ട് ദാ നമ്മള് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ട്ടോ. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണേ. നമുക്കാരും ഗിഫ്റ്റായിട്ട് തന്നതൊന്നും അല്ല ട്ടോ. അപ്പോ ആദ്യം വന്നിട്ടുള്ള പാഴ്സല് ഇതാണ് ട്ടോ. അപ്പൊ ഇതിനെ നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കിയാലോ? പൊട്ടിച്ച് നോക്കണ്ടേ? അപ്പല്ലേ അറിയാൻ പറ്റുള്ളൂ ഇതിലെന്താന്ന്. എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ട്ടോ ഇത് പൊട്ടിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് എന്താ സാധനം നോക്കാം. അവര് നല്ലോണം ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കത്തി ഉണ്ടല്ലോ. കത്തി വെച്ച് നമുക്ക് ഈസി ആയിട്ട് തുറന്നെടുക്കാം. അങ്ങനെ നമ്മളിത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്തുള്ള സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാണ് കേട്ടോ ആ സാധനം. നമ്മുടെ ഓയിൽ ഡിസ്പെൻസർ ആണേ. ഒന്നല്ല 2 ഉണ്ട് കേട്ടോ. ഒരു കോംബോയിൽ വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു രൂ. 178 ആ റേഞ്ചേ വന്നിട്ടുള്ളൂ. 2 കൂടെ കേട്ടോ. അപ്പൊ കോംബോ ആയതുകൊണ്ട് തന്നെ മോശം സാധനമാണെന്ന് വിചാരിക്കേണ്ട. നല്ല സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനമാണേ. അതിലൊരു കുറ്റവും എനിക്ക് പറയാനില്ല. നല്ല സാധനമാണ്. അപ്പോ 2ഉം നമുക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ട് എന്തേലും ഡാമേജോ എന്തേലൊക്കെ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇതാ നമ്മള് 2ഉം പുറത്തേക്ക് എടുത്തിട്ട് നമ്മള് ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാലോ. അങ്ങനെ ഇതാ നമ്മള് കുപ്പിയൊക്കെ നോക്കി അടപ്പൊക്കെ ടൈറ്റ് ആണോ എന്ന് നോക്കി എല്ലാ കാര്യവും നമ്മളിതാ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ഇതാ നമ്മള് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇതാ ചെക്ക് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ നമുക്ക് എങ്ങനെ പൊട്ടിച്ചാലോ? അവള് പൊട്ടിച്ചു കേട്ടോ. ഇനി ഇതിനകത്തെ സാധനം എന്താണെന്ന് അറിയണ്ടേ? എന്താന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരേ. ഇതിനകത്തെ സംഭവം എന്താന്ന്. ഉണ്ടോ? ഇത് നമ്മളെ കിച്ചണിലേക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ആണേ. നമുക്ക് ചായപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനുള്ള ചായപ്പൊടി, പരിപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് ആണേ. പക്ഷേല് ഇത് പറ്റില്ല കേട്ടോ. സാധനമൊക്കെ അടിപൊളി സാധനം. പക്ഷേല് അൺബ്രേക്കബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. ഒന്ന് നിലത്ത് വീണാലൊന്നും പൊട്ടിപ്പോവില്ലായിരിക്കും. പക്ഷേല് ഇതിന് ഫുൾ സ്ക്രാച്ച് ആണ് കേട്ടോ. ഫുൾ സ്ക്രാച്ച് പീസാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് കേട്ടോ. അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നുമല്ല. നല്ല ബോക്സാണ്. നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അയച്ചത് സ്ക്രാച്ച്ഡ് പീസായിപ്പോയി. ആ ഒറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ സാധനവും ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. ഇതുപോലെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോയാലോ അയച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരിതില്ലാതായി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എല്ലാം ചെക്ക് ചെയ്യുന്നത്. എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കും എന്തൊക്കെ ഉടവ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ. ഉടവ് മീൻസ് ഡാമേജ് പീസാണോന്ന്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഇനി ആ ഉടവിൻ്റെ മുകളിൽ കയറി പിടിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പോയിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കേ. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ. ആ ബെല്ലൈക്കണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഒന്ന് ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ കേട്ടോ. കണ്ടോ നമ്മുടെ ഈ പീസിൻ്റെ മുകളിലൊക്കെ കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുൾ സ്ക്രാച്ച്ഡ് പീസായിട്ടാണ് വന്നത്. അപ്പോൾ ഈ സാധനം എടുക്കുന്നതിലും നല്ല എടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും തിരിച്ച് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റിട്ടേൺ അയച്ചു കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഫുൾ സ്ക്രാച്ച്ഡ് പീസാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്കിത് തിരിച്ചയക്കാം. വേറെ വഴിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും ഫുള്ള് വന്നതിൽ ഓൾമോസ്റ്റും അങ്ങനെയാണ്. 1 2 പീസ് മാത്രമേ നല്ലതുള്ളൂ. അപ്പോൾ കോംബോയിൽ വന്നതല്ലേ. കോംബോയിൽ വന്നപ്പോൾ നമുക്ക് അങ്ങനെ 1 2 പീസ് വെച്ചിട്ട് തിരിച്ചയക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ പീസും നമ്മൾ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്തിട്ട് വേറെ നമുക്ക് ഓർഡർ ചെയ്യണം. ഇതും അടുത്തത് വരുന്നതും ഇതുപോലൊക്കെ തന്നെയാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവും എന്നൊക്കെ.
നമ്മളെല്ലാം തിരിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ദാ എല്ലാം നമ്മൾ തിരിച്ച് പാക്ക് ചെയ്യാണ്. എന്തായാലും ഒരു വല്ലാത്ത പണിയായിപ്പോയി ഇത്. എന്തായാലും സാരമില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. എന്തായാലും വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അടുത്ത സാധനം ഞാനിത് ഓർഡർ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം അടുത്തത് വരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടം കൊണ്ട് നിർത്താമല്ലേ? അതായിരിക്കും നല്ലത്. കണ്ടോ, ഇത് രണ്ടും നല്ല സാധനമാണ് കേട്ടോ. ഇതിന് എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ ഓയിൽ ഡിസ്പെൻസർ നല്ല സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.